തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. അസ്ഥികളെ കുറിച്ചുള്ള കൽപ്പനയും കൊടുത്തു. വിശ്വാസമുള്ളവർക്ക് ഇത് പറയാൻ പറ്റൂ. ഒന്ന്, പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, കാലം ഓർപ്പിച്ചു. രണ്ട്, അസ്ഥികളെ കുറിച്ചുള്ള കൽപ്പനയും കൊടുത്തു. വിശ്വാസമുള്ളവർക്ക് മാത്രമേ പുറപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ളൂ. അല്ലാത്തവരെല്ലാം ഇവിടെ ദീർഘകാലം കഴിച്ചു കൂട്ടാം എന്നുള്ള ചിലരുടെയൊക്കെ പദ്ധതികൾ കണ്ടു കഴിഞ്ഞാൽ യേശു 25 വർഷം കഴിഞ്ഞ് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. ഉണ്ടോ? നമ്മുടെ ഇടയിൽ തന്നെ കാണും. ഉണ്ടെന്നുള്ളത് ഉറപ്പാ. കാരണം എന്തെന്നറിയോ? 25 വർഷം കൊണ്ട് അടച്ചു തീർക്കാനുള്ള ലോൺ എടുത്തിരിക്കുക. അവരുടെ ചിന്ത അതിനുശേഷമേ യേശു വരത്തുള്ളതാ. ചിലര് 7 വർഷം, ചിലര് 13 വർഷം. ഇതൊക്കെ അതിനുശേഷം യേശു വരുമെന്നുള്ള സങ്കല്പത്തിലാണ് 5, 7, 10, 12, 16, 25 എന്നൊക്കെയുള്ള കണക്കില് ഇങ്ങനെ ലോൺ എടുത്ത് കൂട്ടിയിരിക്കുകയാണ്. അടയ്ക്കാൻ 25 വർഷം കൊണ്ട് തീർന്നോളും ദൈവദാസനെ എന്നാ പറയുന്നത്. നല്ല കാര്യമാ. യേശു നാളെ വരുമോ, ഇപ്പോൾ വരുമോ, എപ്പോൾ വരും നമ്മൾ അറിയുന്നില്ല. വരും, സമയം നിശ്ചയമല്ല. ചിലര് ദീർഘകാല പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയാ. അവർക്ക് പുറപ്പാടിന്റെ കാര്യമൊന്നും ഓർമ്മയില്ല. ദൈവത്തിന് സ്തോത്രം. യോസഫ് എന്ന ഭക്തൻ മിസ്രയീമിന്റെ ആ അവസ്ഥയിലായിരിക്കുമ്പോൾ, മരിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്റെ തലമുറകളെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ സ്വന്തം ദേശമല്ല. നമ്മുടെ അപ്പന്റെ കാലത്തും ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും നമ്മുടെ അപ്പൻ ജീവനോടുണ്ടായിരുന്ന സമയത്തൊക്കെ ഇവിടെ വന്നു ഞാൻ മന്ത്രിയായിരുന്നത് കൊണ്ട് അന്നത്തെ ഫറവോൻ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തന്നു. പക്ഷേ ഇത് നമ്മുടെ ദേശമല്ല. ഇവിടെ പീഡനമുണ്ടാകും, ഇവിടെ കഷ്ടതയുണ്ടാകും. നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകേണ്ടവരാണ്. നമ്മുടെ വല്യപ്പച്ചനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400-ൽ പരം വർഷങ്ങൾ അടിമകളായി പാർക്കുമെന്നുള്ള അവരുടെ പരദേശ പ്രയാണ യാത്രാകാലം തികയുമ്പോൾ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അവരിൽ നിവർത്തിക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് അവർ പുറപ്പെട്ടു പോകേണ്ടവരാണ് എന്ന് അവരുടെ തലമുറകളെ ഓർപ്പിക്കുവാൻ ജോസഫിന് കഴിഞ്ഞു. എപ്പോൾ? എങ്ങനെ? വിശ്വാസത്താൽ മരണകാലമായപ്പോൾ. ആർക്കാ അത് പറയാൻ കഴിയുന്ന? പുറപ്പാടിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, മാതാപിതാക്കളെ, യേശുവിന്റെ വരവിനെ കുറിച്ച് മക്കളോട് പറയുന്നവർ എത്ര പേരുണ്ട്? മക്കളോട് യേശുവിന്റെ വരവിനെ കുറിച്ച് പറയുന്നവർ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് പോകേണ്ടവരാണ്. ദൈവരാജ്യമുണ്ട്, നമുക്കവിടേക്ക് പോകണമെന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മക്കളോട് പറയുന്ന മാതാപിതാക്കൾ കൈവൊക്കി ഹല്ലേലൂയ പറയാൻ പറഞ്ഞ എത്ര പേര് പറയും? ദൈവത്തിന് സ്തോത്രം. ഭക്ഷണത്തിനിരിക്കുന്ന സമയത്ത് മറ്റു പലതും സഭയിലുള്ള കൂട്ടുവിശ്വാസിയുടെ കുറവ്, കുറ്റം, നടത്തിപ്പുകാരുടെ പോരായ്മ, പ്രസംഗത്തിന്റെ വീക്ക്നെസ്, പാട്ടിന്റെ പോരായ്മ, മൈക്കിന്റെ പോരായ്മ, ഇതെല്ലാം പറയാൻ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, തലമുറകൾ സമയം ചെലവഴിക്കുമ്പോൾ അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? വിശ്വാസത്താൽ തലമുറകളെ വളർത്തിയെടുത്ത് ദൈവരാജ്യത്തിലേക്കുള്ള പ്രയാണം, ഇവിടെ നിന്ന് പുറപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പോകണം എന്നുള്ള വസ്തുതാപരമായ വിഷയം അവരെ ഓർപ്പിക്കുവാൻ ഇന്ന് പലർക്കും കഴിയാത്തതിന്റെ കാരണം വിശ്വാസം കുറഞ്ഞു. കരയാമോ? അതോർത്ത് കരയാമോ? കർത്താവേ, എനിക്ക് കഴിഞ്ഞില്ലല്ലോ. കഴിഞ്ഞ എത്രയോ നാളുകൾ എന്റെ കുഞ്ഞുങ്ങളോട് യേശു വരും മക്കളെ, അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് പറയുവാൻ കഴിയാതെ പോയത് ഓർത്ത് കരയാമോ? വിശ്വാസത്താൽ മാത്രമേ പുറപ്പാടിനെ കുറിച്ച് പറയാൻ കഴിയൂ. പലർക്കും ഇവിടുന്ന് പുറപ്പെട്ടു പോകണമെന്നും ആഗ്രഹമില്ല. ദൈവത്തിന് സ്തോത്രം. പണ്ടൊരു പ്രായമുള്ള അമ്മച്ചി പ്രാർത്ഥിച്ചതുപോലെ, അമ്മച്ചി ഇങ്ങനെ മക്കളായി, കൊച്ചുമക്കളുടെ മക്കളുമായി 90-ലധികം പ്രായമുള്ള അമ്മച്ചി രോഗക്കിടക്കയിൽ ബലഹീനപ്പെട്ട് കിടക്കയിലായിരിക്കുമ്പോൾ മക്കളെല്ലാം അടുത്തു വന്നു. പുറത്തുള്ളവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം വന്ന് അവസാനത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, അമ്മച്ചി അവസാനമായിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അമ്മച്ചി അവസാനം പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെയൊക്കെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അമ്മച്ചി അവസാനം പറഞ്ഞു, കർത്താവേ, ഇവരുടെ നടുവിൽ കിടന്ന് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ഇവരെല്ലാം അങ്ങ് എടുത്തോണേന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അമ്മച്ചി 97 വയസ്സായെങ്കിലും പോകാൻ ആഗ്രഹമില്ല. കൂടെ നിൽക്കുന്നവരെല്ലാം മേലോട്ട് പറഞ്ഞു വിടണമെന്നും അവർക്ക് റീത്ത് വെക്കണമെന്നും അവർക്ക് അനുശോചനം അയക്കണമെന്നൊക്കെയുള്ള ആഗ്രഹത്തിലാ 97-കാരി ഇരിക്കുന്നത്. ഇന്ന് പലർക്ക് ഇവിടം വിട്ട് പോകണമെന്നുള്ള ചിന്തയില്ല. ഇവിടെ ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാ. എത്ര പിടിച്ചാലും മുകളിലോട്ട് വലിച്ചെടുക്കുന്ന ശ്വാസം തിരിച്ചു വിടാൻ പറ്റിയില്ലയോ? പോയി. നാട്ടുകാർ പറയും പോയി. എന്ത് പോയി? ചത്തുപോയി. ദൈവത്തിന് പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചത്തുപോയി എന്ന് പറഞ്ഞാൽ സത്തുപോയി. അകത്തുള്ളത് പോയി, പോകേണ്ടത് പോയി. എത്ര ബലവാനാണെങ്കിലും, എത്ര പ്രാപ്തനാണെങ്കിലും, ധനികനായാലും ബലവാനായാലും പോകും. ദൈവത്തിന് സ്തോത്രം. സകല മനുഷ്യന്റെയും അവസാനം ഇങ്ങനെയാകുന്നു എങ്കിൽ ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിനാണെന്ന് ഒരു പ്രശംസയും വേണ്ട. ഒരു ദിവസം ഇവിടം വിട്ട് പോകേണ്ടതായിട്ട് വരൂ. ഈ മണ്ണിനോട് യാത്ര പറയും, ഈ ഭൂമിയോട് യാത്ര പറയും, ഉണ്ടാക്കിയെടുത്ത വീടിനോട് യാത്ര പറഞ്ഞ് സൗഭാഗ്യങ്ങളെ വിട്ട് ബൈ പറഞ്ഞു പോകേണ്ടതായ ഒരു സമയം നമ്മുടെ അടുക്കൽ വരും. അതുകൊണ്ട് ദൈവമക്കൾ ഓർത്തുകൊള്ളണം, ഇത് നമ്മുടെ താൽക്കാലിക
താൽക്കാലിക ദേശമാണ്. ഇവിടം വിട്ട് നാം പോകേണ്ടവരാ. വിശ്വാസത്താൽ യോസേഫ് എന്ന് പറയുന്ന ഭക്തൻ തന്റെ തലമുറകളോട് വിളിച്ചു പറഞ്ഞു, ഇവിടം വിട്ട് പുറപ്പെട്ടു പോകേണ്ടവരാണ് നാം. ഇത് നമ്മുടെ സ്വന്തം ദേശമല്ല. പുറപ്പാടിനെ കുറിച്ച് ഓർപ്പിക്കാറുണ്ടോ? ഇവിടുന്ന് പോകേണ്ടവരെന്ന് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം നമ്മുടെ എത്ര പേരുടെ ഉള്ളത്തിലുണ്ട്. മാത്രമല്ല, അസ്ഥികളെ കുറിച്ചൊരു കൽപ്പന വിശദമാക്കി പറയുവാൻ സമയം പോരാ. അസ്ഥി എന്ന് പറഞ്ഞാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ അതിനെ ഉപദേശങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉപദേശത്തിന്റെ സത്യങ്ങൾ വിശ്വാസമുള്ളവർക്കേ പറയാൻ കഴിയൂ. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ഉപദേശം പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? കുഞ്ഞുങ്ങളെ MBBS പഠിപ്പിക്കുന്നവരുണ്ട്, പിന്നെ മെഡിസിൻ പഠിപ്പിക്കുന്നവർ, നഴ്സിംഗ് പഠിപ്പിക്കുന്നവർ, എഞ്ചിനീയറിംഗ്, ബിടെക്, എംടെക് ഇതെല്ലാം പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച് പരിശ്രമിക്കുന്നവർ നല്ലത് തന്നെ. ആയുസ്സും കാലമുണ്ടെങ്കിൽ എല്ലാം ചെയ്തുകൊള്ളു, നല്ലതാണ്. പക്ഷേ അതിന്റെ ഇടയിൽ ഉപദേശം കൂടെ അവരെ ഒന്ന് പഠിപ്പിക്കണം. ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു ഉപദേശമുണ്ട്. മാനസാന്തരപ്പെട്ട് ജീവിക്കണം. ജലസ്നാനമെന്ന സത്യം അവർ ഏറ്റെടുക്കുവാൻ ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഒരു വേർപെട്ട ജീവിതം ചെയ്യണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മുൻപോട്ട് പോകണം. അപ്പോസ്തലികമായ അനുഭവത്തിൽ വിശ്വാസത്താൽ ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു വിശുദ്ധീകരണത്തെ പ്രാപിക്കണം. ജയജീവിതത്തെ പ്രാപിക്കണം. ആ പൂർണ്ണതയെ പ്രാപിക്കണം. ആ പൂർണ്ണതയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ വചനത്തിൽ നിന്ന് കണ്ടെത്തണം. ഇതൊക്കെ ഈ അനുഭവങ്ങൾ അസ്ഥിയെക്കുറിച്ചുള്ള കൽപ്പനകളാണ്. ദൈവത്തിന്റെ ജനം വിശ്വാസമുണ്ടെങ്കിൽ ഒന്നാമത് യേശു വരുമ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകണമെന്നും അതിനാവശ്യമായ ദൈവ സത്യങ്ങൾ, ദൈവിക സത്യങ്ങളാകുന്ന ഉപദേശങ്ങൾ തലമുറകളെ പഠിപ്പിക്കുവാൻ അഭ്യസിപ്പിക്കുവാനിടയായി തീരണം. എത്ര പേർക്കത് സാധിക്കുന്നുണ്ട്? മാതാപിതാക്കളെ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? പോരായ്മയാണോ ദൈവസന്നിധിയിൽ കരയാമോ? ജീവിതത്തിൽ വന്നുപോയ വിശ്വാസത്തിന്റെ കുറവുകളോർത്ത് നിങ്ങളെ ഓർത്ത് കരയണം. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ വിളിച്ചു പറയുന്നത് ഒരു വലിയ നൂതനമായ സന്ദേശങ്ങളൊന്നുമല്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത്, എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളത്, ആരെല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. പുതുതായി ഒന്നും പറയുവാൻ എന്റെ പക്കലില്ല. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മുടെ മനസ്സാക്ഷിയിൽ ഒരു ഉണർവുണ്ടാകാൻ വേണ്ടി മാത്രം ഞാൻ ഈ കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. അത് ഓർത്തൊന്ന് കരയാമോ? ദൈവം പ്രസാദിക്കട്ടെ. എന്നിലും നിങ്ങളിലും ദൈവം പ്രസാദിക്കുവാൻ വിശ്വാസത്തിന്റെ തോൽവികൾ ഓർത്ത് കരയുവാൻ നമുക്കിടയാകണം. വീണ്ടും എബ്രായ ലേഖനം 11:24 വാക്യം വായിക്കുമ്പോൾ മോശ എന്ന ഭക്തനെ കുറിച്ച് പറയുന്നു, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെ വിട്ടു ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നു തെരഞ്ഞെടുത്തു. പാപത്തെ വിട്ടു, കഷ്ടത്തെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. താൽക്കാലിക ഭോഗങ്ങളെ വിട്ടിട്ട് ദൈവജനത്തോടുകൂടെ ചേരുവാൻ ഒരു തെരഞ്ഞെടുപ്പ് ആ ഭക്തന്റെ ജീവിതത്തിലുണ്ടായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ പിന്നാലെ ഓടിപ്പോകുന്നതിന്റെ കാരണം അതിന് നാം സാഹചര്യങ്ങളെ പഴിചാരേണ്ട. വിശ്വാസത്തിന്റെ കുറവാകുന്നു മനുഷ്യൻ പാപത്തിലേക്ക് തള്ളപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പാപത്തെ വിട്ട് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ, ദൈവമാർഗത്തിലേക്ക് അടുത്തു വരുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ആ അവസ്ഥകൾ ഓർത്ത് ദൈവവഴികളിലേക്ക് വരാമോ? വിശ്വാസ മാർഗം വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി പാപത്തിന്റെ വഴികൾ ചുറ്റി സഞ്ചരിച്ചു എങ്കിൽ ഇന്ന് രാത്രി അത് ഓർത്തൊന്ന് കരയാമോ? അവരവരുടെ ജീവന നിലവാരം ഓർത്ത് ദൈവസന്നിധിയിൽ ഒന്ന് കരയാമോ? ഒന്ന് നിലവിളിക്കാമോ? എന്താണ് നാം ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ? അപ്പോസ്തലൻ പറയുന്നു, നാം ഇപ്പോൾ ദൈവമക്കൾ. എങ്ങനെയാണ് ദൈവമക്കളായത്? ഒന്ന്, വിശ്വാസത്താൽ. ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ, അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ, പഠിക്കുവാൻ. ഒന്ന്, ദൈവത്തിന്റെ സഭ വിശ്വാസത്തിൽ വളരണം. ദൈവസഭയുടെ വളർച്ച എന്ന് പറയുന്നത് വിശ്വാസത്തിലായിരിക്കണം. രണ്ട്, ദൈവമക്കളുടെ ആരാധന, വിശ്വാസത്തിന്റെ ആരാധന എന്ന് പറയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മൂന്നാമത്, തലമുറകളെ അനുഗ്രഹിപ്പാൻ, ഭാവികാലം സംബന്ധിച്ച് തലമുറകളെ അനുഗ്രഹിപ്പാൻ, നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം വരുത്തുവാൻ, തലമുറകളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. കഷ്ടം വന്നാൽ, നഷ്ടം വന്നാൽ, തോൽവി വന്നാൽ, ബലഹീനം വന്നാൽ, വിശ്വാസത്താൽ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് കർത്താവിനെ നോക്കി യാത്ര ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടാകണം. നാലാമതായോ, വിശ്വാസത്താൽ ഈ ലോകത്തിൽ നിന്ന് പുറപ്പെട്ടു പോകണമെന്നുള്ള സത്യത്തെ ഹൃദയത്തിൽ ഓർത്ത് മറ്റുള്ളവരോട് പ്രസ്താവിച്ചു കൊള്ളണം. ഇവിടെ നിന്ന് കടന്നു പോകാറായി, ഇവിടെ വിട്ട് നാം പറന്നു പോകേണ്ടവരാണ് എന്നുള്ള അനുഭവത്തിൽ നാം ജീവിച്ചു കൊള്ളണം. അഞ്ചാമതായി ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നത്, വിശ്വാസത്താൽ പാപത്തെ വിടണം. പാപം നമുക്ക് വേണ്ട. പാപത്തിന്റെ കരാള ഹസ്തത്താൽ പിടിക്കപ്പെട്ട് നരകമെന്ന തീക്കകത്തേക്ക് വീഴുവാൻ വെമ്പൽ കൊണ്ട് ഓടുന്ന സമൂഹത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലേ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനമേ, യൗവനക്കാരെ, മാതാപിതാക്കളെ, കർത്തൃ ശുശ്രൂഷകരെ, പ്രത്യേകിച്ച് ഞാൻ പറയുക, നമ്മുടെ തലമുറകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞുകൊള്ളണം. യേശു പറഞ്ഞ വാക്കിൽ ഒന്ന്, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണമെന്ന, തലമുറകളെ ഓർത്ത് അലമുറയിട്ട് കരഞ്ഞുകൊള്ളണം.
ആ ഒരു കാലത്തിൽ വന്ന് നിൽക്കുകയാ. പാപം നമ്മുടെ വാതിൽക്കൽ, പാപം നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. എല്ലാ നിലവാരത്തിലും സൗകര്യങ്ങൾ കുന്നുകൂടി നമ്മുടെ മുൻപിലേക്ക് വന്നു. പാപത്തെ തേടി ഇന്ന് എവിടെയും പോകേണ്ട. ലോകത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? എത്ര ഭീകരം, പൈശാചികം, പ്രാകൃതമായ അവസ്ഥ. 4 പേർ കൂടി നിൽക്കുന്നിടത്ത് നിന്ന് പറയുവാൻ പോലും ലജ്ജ തോന്നുന്ന തരത്തിലുള്ള ഭീകരമായ ഭീഭത്സമായ കൃത്യങ്ങൾ ചെയ്യുവാൻ മനുഷ്യർ മുൻപോട്ട് പോകുന്നു. നമുക്കറിയാം, ഒരു 7 വയസ്സുകാരി പെൺകുട്ടി കൊല്ലത്ത് മൃഗീയമായി കൊല്ലപ്പെട്ടു. ഓർത്തു നോക്കിയേ, ലോകത്തിന്റെ പാപം എത്ര വലുതാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര മൃഗീയമായ അവസ്ഥ. ഒരു 3-4 ദിവസത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ബുധനാഴ്ച, ചൊവ്വാഴ്ചയാണോ അതോ വെള്ളിയാഴ്ച, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ഒരു ദിവസത്തെ പത്രത്തിൽ ഞാൻ വായിച്ച വാർത്ത വായിച്ച് മനസ്സ് മരവിച്ചു പോകുന്നത് പോലെ ആലുവായിൽ മാർക്കറ്റിന്റെ മുൻപിലുള്ള ഓടയിൽ ഒരു ശവശരീരം അഴുകി പഴുത്ത് വെള്ളരിക്ക പോലെ വീർത്ത് കെട്ടിക്കിടക്കുന്നു. പടം കൊടുത്തിരിക്കുന്ന മീനും മറ്റു ജന്തുക്കളും കൊത്തിയെടുത്ത ശരീരഭാഗങ്ങൾ പൊട്ടിയഴുകി ദ്രവിച്ചു കിടക്കുന്നു. പത്രത്തിന്റെ താളുകൾ പരതുമ്പോൾ അടുത്തത് കോട്ടയത്തിനടുത്ത് എവിടെയോ ആ അരയ്ക്ക് മുകളിലോട്ട് മുറിച്ചു മാറ്റിയ ശവശരീരം ചാക്കിൽ കെട്ടിയത്. ഭർത്താവിനെ വെട്ടിക്കൊന്ന് ആ മൃഗീയമായി കൊലപ്പെടുത്തിയ ഭാര്യ ഭർത്താവിന്റെ ശവശരീരം ചാക്കിൽ കെട്ടി കാട്ടിലൊളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പൈശാചിക. 2 വയസ്സുള്ള കുഞ്ഞിനെ മാതാവ് കഴുത്ത് ഞെക്കി കൊന്ന് കെട്ടിടത്തിന് മുകളിൽ താഴേക്ക് എറിയുന്നു. 9 വയസ്സുകാരി പെൺകുട്ടിയെ സ്വന്തം മാതാവ് 3 നില കെട്ടിടത്തിൽ നിന്ന് തള്ളി താഴേക്കിടുന്നു. വീണ്ടും ഓടി താഴെ ഇറങ്ങി വന്നു. അവൾ മരിച്ചില്ല എന്ന് കണ്ട് വീണ്ടും അവളെ എടുത്തുകൊണ്ടുപോയി ആ 3ാമത്തെ നിലയുടെ മുകളിൽ വീണ്ടും തള്ളി താഴെയിട്ട് കൊന്നുകളഞ്ഞു. എത്ര ഭീകരം. മനുഷ്യന്റെ മനസാക്ഷി എന്ത് സംഭവിച്ചു? എന്താണെന്ന് ലോകത്തിൽ നടക്കുന്നത്? ഭീകരമായ സംഭവങ്ങൾ. എന്തേ ഇതിന്റെ കാരണം? പാപം കുമിഞ്ഞുകൂടുന്നു, പിശാച് പെരുകുന്നു, അവന്റെ പ്രവൃത്തി വർദ്ധിക്കുന്നു. പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെ വിട്ടുകൊള്ളുവീ. ദൈവത്തിന് സ്തോത്രം. ഇന്റർനെറ്റിനോട് വിട പറഞ്ഞുകൊള്ളുവീ. മൊബൈൽ ഫോണിൽ, സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ എല്ലാം ഉണ്ട്. ബൈബിളും ഉണ്ട്, ഒപ്പം യൂട്യൂബിലെ മ്ലേച്ഛതകളും ഉണ്ട്. ബൈബിളിന് ചില പറഞ്ഞ ബൈബിൾ വായിക്കാനാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്, അതിനകത്ത് തന്നെ ഉണ്ട് വാട്സാപ്പിലെ മ്ലേച്ഛതകൾ. ദൈവത്തിന് സ്തോത്രം. കയ്യിൽ തന്നെ ഇരിക്കുകയാണെന്ന് പാപം വന്ന് വാതുക്കലല്ല, കൈക്കകത്തൂടെ പോക്കറ്റിൽ കയറി കഴിഞ്ഞു. ഇനി എവിടാ കയറേണ്ടത്? ദൈവത്തിന് സ്തോത്രം. കയറാനിടമില്ല. എത്ര ഭീകരത മനുഷ്യനിൽ വളർന്നു പെരുകിയില്ലേ? പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളോട് വിട പറയുവാൻ കഴിയണമെങ്കിൽ നിന്നിലൊരു വിശ്വാസം ഉണ്ടാകണം. കഴിഞ്ഞ കാല ജീവിതയാത്രയിൽ ആ അവസ്ഥയിൽ തോൽവി വന്നെങ്കിൽ ഒരു നിമിഷം ദൈവസന്നിധിക്കറിയാമോ, കർത്താവേ തോൽവി, കർത്താവേ പരാജയം ജീവിതത്തിൽ സംഭവിച്ചു പോയി, തോൽവി സംഭവിച്ചു പോയി എന്നോർത്ത് ദൈവസന്നിധിക്കറിയാമോ? ഇന്ന് രാത്രി ദൈവസന്നിധി വന്ന ദൈവമക്കളെ ഒരു നിമിഷം നമ്മുടെ ദേഹാത്മദേഹികൾ ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുത്താട്ടെ. ഈ മീറ്റിംഗിന്റെ സമാപന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ഒന്ന് ക്രിയ ചെയ്യണം. വിശ്വാസത്തിന്റെ കുറവ് എല്ലാവരും പരിശോധിക്കണം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് ഒരു നിമിഷം മുഴങ്കാലുകളെ മടക്കിയാട്ട്. യേശു പറഞ്ഞു, നിങ്ങളെ ഓർത്ത് കരവി, നിങ്ങളെ ഓർത്ത് കരവി. ഈ രാത്രി ഇവിടെ സംഭവിക്കേണ്ട ഒരു കാര്യം, ശബ്ദത്തിൽ നിലവിളിക്കുന്ന ഒരനുഭവം ഇന്ന് രാത്രി ഉണ്ടാകണം. കർത്താവിന്റെ വേലക്കാരുടെ ഇടയിലും ദൈവമക്കളുടെ ഇടയിലും അതുണ്ടാകട്ടെ. സ്വയം വിമർശനത്തിന് വിധേയരായി കരയുവാൻ തീരുമാനിക്കാമോ? ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങൾ എന്നോടുള്ളതാണെന്ന് ഏറ്റുകൊള്ളുവാൻ കഴിയുന്നവർ മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധിയിലേക്ക് ഹൃദയ കണ്ണുകൾ ഉയരട്ടെ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തു. ദാസന്റെ കണ്ണ് യജമാനന്റെ മേലേക്ക്, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ മേലേക്കും ഉയർത്തുന്നത് പോലെ ഞങ്ങളുടെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് ഉയർത്തുന്നു. ഇന്ന് രാത്രി ഒരു ഉണർവല്ല ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. ഞാനൊരു വലിയ ഉണർവിന് ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നില്ല. ഒരു അനുതാപമുള്ള ഹൃദയം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടായാൽ സ്വർഗം സന്തോഷിക്കുന്നു. അനുതാപമുള്ള ഒരു ഹൃദയം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടായാൽ സ്വർഗം സന്തോഷിക്കുകയാണ്. ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുൻപാകെ നാം വിശ്വാസത്താൽ ദൈവമക്കളായവരാണല്ലോ. വിശ്വാസ ജീവിതത്തിൽ കുറവുണ്ടോ? എത്ര കാലമായി ശരിയായി ശരീരത്തെ വിട്ടുകൊടുത്തു ആരാധിച്ചിട്ട് ആ തോൽവി ഓർത്ത് കരയാൻ കഴിയുന്നവർ കണ്ണുനീർ വിട്ടാട്ടെ. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകട്ടെ. ഹൃദയമുള്ള ദൈവമക്കളെ, ഹൃദയമുള്ളവരാണോ ഇവിടെ ഇരിക്കുന്നത്? തോൽവികളെ ഓർത്തൊന്ന് കരയാമോ? ഇന്ന് രാത്രി യേശു സിയോനിലെ രാജാവായി നമ്മുടെ മധ്യേ സിംഹാസനത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ണുനീരൊഴുക്കുന്ന ഭക്തന്മാരെ, കരഞ്ഞ് മുറവിളിയിടുന്ന അവരുടെ നെറ്റിവേ അടയാളമിടുവാൻ ഒരു ദൂതനെ അയക്കുകയാ. ഇന്ന് രാത്രി
കരയുവാനുള്ള സമയം. ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ചിരിക്കുവാൻ പോകുന്നു, സന്തോഷിക്കുവാൻ പോകുന്നു. ഇപ്പോൾ കരയുവാൻ കഴിയുന്നില്ലയോ? കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക് തള്ളപ്പെടുവാൻ പോകുക. നിങ്ങൾ ഏതാഗ്രഹിക്കുന്നു? ഇന്ന് തോൽവിയോർത്ത് കരഞ്ഞ് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ, അതോ കരച്ചിലും പല്ലുകടിയുമുള്ള ആ യാതനാ സ്ഥലത്ത് നരകത്തിലേക്ക് തള്ളപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ? നരകം ഒരു ഭീകരമാണ്. നരകത്തിന്റെ ചിത്രം ഭീകരമാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, അത് ഭീഭത്സരൂപമാണ്. എവിടേക്ക് പോകുവാൻ ആഗ്രഹിക്കല്ലേ? ആ നരകാഗ്നിയിൽ നമുക്ക് വെളിയിലേക്ക് വരാം. കണ്ണുകൾ മൂടിയാട്ട്, പുറം കണ്ണുകൾ അടയട്ടെ. ഹൃദയമുള്ളവരുടെ ഹൃദയം ഉടഞ്ഞാൽ കണ്ണുകൾ നിറയട്ടെ. ഹൃദയമുള്ളവരുടെ ഹൃദയം ഉരുകിയാൽ കണ്ണുകൾ നിറയട്ടെ. കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ. ഇന്ന് രാത്രി ഒരു വലിയ ഉണർവിന് ഞാനിപ്പോൾ ആഹ്വാനം തരുന്നില്ല. ഒരു വലിയ ആത്മീക ഉണർവ് ഞാനിപ്പോൾ ഇവിടെ വിളിച്ചു പറയുന്നില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, മുതിർന്നവർ, പ്രായമുള്ളവർ, ഒരുപോലെ കണ്ണുനീർ വിടാമോ? ഒന്ന് അലമുറയിട്ട് കരയാമോ? യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ആ കുരുടൻ അലറി കരഞ്ഞതുപോലെ എന്റെ കർത്താവേ എന്നൊന്ന് വിളിക്കാമോ? തോൽവിയോർത്ത് കരയാമോ? വിലാപങ്ങളുടെ പുസ്തകത്തിൽ പ്രവാചകനും ജനവും ചേർന്ന് ഒന്നിച്ച് കരയുന്നില്ലേ? ഞങ്ങളുടെ അവസ്ഥകൾ ഒരു കാലത്ത് മനോഹരമായിരുന്നു. ഇന്ന് തകർന്നുപോയി, ഇന്ന് തകർന്നുപോയി, തോൽവി അടഞ്ഞുപോയി. ഇപ്പോൾ കരിക്കട്ട പോലെ ഇരിക്കുകയാ. ഹിമത്തിലും വെണ്മയുള്ളവരായിരുന്നു, പാലിലും നിർമ്മലന്മാരായിരുന്നു. ഇപ്പോൾ കരിക്കട്ട പോലെ ആയിപ്പോയിരിക്കുന്നു. ഓർത്ത് കരയാമോ? അല്പസമയം ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ കരഞ്ഞാട്ട് ഒരു നിലവിളിയുടെ ശബ്ദം ഇന്ന് രാത്രിയോട് ഉയർന്നു കേൾക്കട്ടെ. യൗവനക്കാരെ കരയുന്ന ശബ്ദം കേൾക്കട്ടെ. മാതാപിതാക്കളെ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കട്ടെ. താവിന്റെ വേലക്കാരെ നിലവിളിക്കുന്ന ശബ്ദം. സഭയോർത്ത്, ജനത്തെ ഓർത്ത് കരയുന്ന രാത്രി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കണ്ണുനീർ വിട്ടുകൊണ്ട് മടങ്ങിപ്പോകട്ടെ. വിശ്വാസത്തിന്റെ കുറവോർത്ത് കരയട്ടെ. ഞാൻ ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു, എന്റെ കരങ്ങളെ സമർപ്പിക്കുന്നു, എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഓരോരുത്തർക്കും അങ്ങനെ പറയാമോ? ഹൃദയത്തെ കർത്താവിന്റെ മുമ്പിൽ പകർന്നാട്ട്. അപ്പോസ്തലൻ പറയുന്നല്ലോ, ഞാൻ പാനീയാകമായി ഒഴിക്കപ്പെടുന്നു. ഇന്ന് രാത്രി വേളയില് ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരൊഴുക്കി തോൽവികൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞാട്ട് ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ഗുണം വരികയില്ല. ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ അവർക്ക് കരുണയുണ്ട്, അവർക്ക് ദൈവത്തിന്റെ കരുണയുണ്ട്. ഇന്ന് രാത്രിയിൽ ആ കരുണയുടെ കരം നമുക്കായി നീട്ടപ്പെട്ടിരിക്കുകയാണ്. എത്ര പേർ, ചില മാതാപിതാക്കൾ കരയുന്നു, ചില യൗവനക്കാരുടെ ഹൃദയം തകർന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതായി ഞാൻ കാണുന്നു. ഇന്ന് രാത്രി നിങ്ങളോടുകൂടെ യേശു ഉണ്ട്. പ്രിയ യൗവനക്കാരെ, യേശു നിങ്ങളോട് കൂടെയുണ്ട്. മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യേശു നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയുകയില്ല. ഈ രാത്രി കേട്ട വചനത്തിന് മുൻപാകെ സമർപ്പണമുള്ള ദൈവമക്കൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ താഴ്ത്തി കരയട്ടെ. ശബ്ദമുയർത്തി ദൈവത്തോട് നിലവിളിക്കട്ടെ. ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വെറുതെ കെട്ടുകഥ പോലെ പറഞ്ഞതല്ല. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ആവശ്യം, സഭയായി നമുക്ക് ആവശ്യം ഒരു മടങ്ങിവരവാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണം. പാപത്തിന്റെ വഴിയിൽ ജീവിക്കുന്ന യവനക്കാരാ, ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. ഇത് നിനക്ക് ദൈവം തരുന്ന അവസാനത്തെ ചാൻസാണ്. നാളത്തെ ദിനം നിന്റേതല്ല. ഇന്ന് രാത്രി ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്ത് പാപത്തെ വിട്ട് മടങ്ങി വന്നുകൊള്ളുവീ. ദൈവം നിന്നെ വിളിക്കുകയാ. മാതാപിതാക്കളെ, മക്കളെ ഓർത്ത് കരഞ്ഞുകൊള്ളുവീ. സ്വന്തം ജീവിതങ്ങളെ ഓർത്ത് കരയുവീ. ദൈവസഭയെ, വിശ്വാസത്തിന് തോൽവിയോർത്ത് കരഞ്ഞുകൊള്ളുവീ. അല്പസമയം നിലവിളിയുടെ ശബ്ദം കേൾക്കട്ടെ. നിലവിളിയുടെ ശബ്ദം നമ്മുടെ മധ്യേ കേൾക്കട്ടെ. സ്വർഗത്തിൽ അത് എത്തട്ടെ. ആ കരച്ചിലിന്റെ ശബ്ദം സ്വർഗോന്നതങ്ങളിൽ എത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ജീസസ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കരയുന്ന, നിലവിളിക്കുന്ന ശബ്ദം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ മുഴങ്ങി കേൾക്കണം. സ്വർഗം സന്തോഷിക്കണം, പാതാളം നടുങ്ങണം. സ്വർഗം സന്തോഷിക്കണം, പാതാളം നടുങ്ങണം. ദൂതന്മാർ സന്തോഷിക്കുമ്പോൾ പിശാച് ഭയപ്പെടണം. ദൈവജനം സന്തോഷിക്കുമ്പോൾ സാത്താൻ ലജ്ജിക്കണം. ഇന്ന് രാത്രി ഇത് സംഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഈ വചനത്തിന്റെ മുൻപാകെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവർ, ദൈവസന്നിധിയിൽ അനുതാപമുള്ളവർ, തെറ്റുകളെ കുറിച്ച് ബോധ്യം വന്നവർ, വിശ്വാസ ജീവിതത്തിന്റെ കുറവുകൾ ദൈവസന്നിധിയിൽ സമ്മതിപ്പാൻ കഴിവുള്ളവർ, അവർ ദൈവസന്നിധിയിൽ ദൈവത്തോട് നിലവിളിക്കട്ടെ. ഒരു നിലവിളിയുടെ അനുഭവം. ഹൃദയം ഉരുകട്ടെ, ഹൃദയമൊന്ന് ഉരുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഓ ജീസസ്, ഹല്ലേലൂയ. അനുതാപമുള്ളവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കട്ടെ. അനുദപിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ കരവിറങ്ങി വന്നവരെ സ്പർശിക്കട്ടെ. ദൈവസന്നിധിയിൽ താഴ്ത്തുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി സാധ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉയരത്തിലെ വാതിൽ തുറന്ന് സ്വർഗത്തിന് നീതിയുള്ള കണ്ണ് നമ്മുടെ മധ്യേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ ഇരിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലുണ്ട്. എന്റെ ദൃഷ്ടി അവരുടെ മേലുണ്ട്. ഈ രാത്രി ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട് സ്നേഹിത. ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേലുണ്ട് സഹോദരങ്ങളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകയോ. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകയോ. ദൈവത്തെ പൈതലാ ജീവിക്കോ. ദൈവത്തെ പൈതലാ സമർപ്പണത്തോടെ പാടിയാണ്. സമർപ്പണത്തോടെ ദൈവമക്കൾ ചേർന്ന് പാടിയാണ്. ഓ പാപത്തെ തീരുമാനമുള്ളവർ വലങ്കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പാടിയാണ്. തീരുമാനമുള്ള ദൈവജനം, അനുതാപം വന്നവർ, കണ്ണുനീര് വന്നവര് വലങ്കരങ്ങൾ ഉയർത്തി ആ കോർസ് പാടിയാട്ടെ. ദൈവത്തെ ജീവിക്കോ ഞാനിനി. ഓ ദൈവത്തെ ഹല്ലേലൂയ. സ്വർഗം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിനി. ഓ ദൈവത്തെ ജീവിക്കോ. രാത്രി സമർപ്പണമുള്ള ദൈവമക്കളുടെ ദൈവത്തിന്റെ ദൃഷ്ടിയും ദൈവത്തിന്റെ കരവുമുണ്ട്. ഈ രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. പ്രിയ സഹോദര, നീ ഇന്ന് രാത്രി ഇവിടെ യാദർശികമായി വന്ന വ്യക്തിയല്ല. കർത്താവാണ് നിന്നെ സ്നേഹിച്ച് ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ദൈവം ആരംഭിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ സാത്താൻ നിന്നെ കെട്ടിവലിച്ചു കൊണ്ടുപോയ പാതകളിൽ നിന്ന് യേശു നിന്നെ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് നിന്നെ വിളിച്ച് മടക്കി കൊണ്ടുവന്നു. ചില യവന ഹൃദയങ്ങളെ കർത്താവ് തന്റെ സ്നേഹത്താൽ വിളിച്ച് യഥാസ്ഥാനപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും മടങ്ങിപ്പോകല്ലേ, ഇനിയും പാപത്തിന്റെ വഴികളിലേക്ക് തിരികെ പോകരുതേ. ഇന്ന് രാത്രി സമർപ്പിക്കാമോ? ദൈവം ആ സമർപ്പണത്തെ മുദ്രയിടുവാൻ, ആ തീരുമാനത്തെ മുദ്രയിട്ട് നിങ്ങളെ അനുഗ്രഹിപ്പാൻ സ്വർഗം തുറന്നൊരു അഭിഷേകവും നിങ്ങൾക്ക് തരാൻ പോകും. ഇന്ന് രാത്രി വേളയിൽ സ്വർഗം തുറന്നൊരു അഭിഷേകത്തെ ദൈവം തരാൻ പോകും. സമർപ്പണമുള്ള ദൈവമക്കൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? സമർപ്പണമുള്ള ദൈവമക്കൾ ഒരു നിമിഷം ഈ വചനങ്ങളുടെ മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തിയവർ, ഏൽപ്പിച്ചു കൊടുത്തവരുണ്ടെങ്കിൽ ഒരു നിമിഷം അങ്ങനെയുള്ളവർക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. അവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളെടുത്ത തീരുമാനത്തെ മാനിക്കുവാൻ, നിങ്ങളെടുത്ത ആ ഉടമ്പടിയെ മാനിക്കുവാൻ ദൈവം ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് ഒരു അഭിഷേകം നയിക്കാൻ പോകുന്നു. എത്ര പേർ അതിനുവേണ്ടി വാഞ്ചിക്കുന്നു? ആ അഗ്നിയുടെ അഭിഷേകം സ്വർഗം തുറന്ന്, സിയോനെ തുറന്ന് കർത്താവ് നിന്റെ മേൽ പകരുവാൻ പോകുന്നു. വിശ്വസിക്കുന്നുവോ? ആ അഭിഷേകത്താൽ നിനക്ക് ജയമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിന്നോട് പോരാടി ആ ദുഷ്ടൻ ഇന്ന് രാത്രി ചെങ്കടലിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോകുവാൻ, ആ മിസ്രൈമേ ശക്തി ചെങ്കടലിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോകുവാൻ ഇന്ന് രാത്രി സ്വർഗം കൽപ്പിക്കുകയാണ്. നീ അത് വിശ്വസിക്കാമോ? ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരിക്കലും കാണുകയില്ല. ഒരു അഭിഷേകത്തെ കൂടെ തന്ന് നിങ്ങൾ എടുത്ത തീരുമാനത്തെ ദൈവം മാനിച്ചെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അഭിഷേകം ഉണ്ടാവും, ഒരു ദൈവശക്തി നിങ്ങൾക്കുണ്ടാകും. ഒരു ഉണർവിന്റെ കാറ്റ് നമ്മുടെ മധ്യേ വീശി ദൈവം നിങ്ങളെ ഉണർത്തുവാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ചേർന്നൊരു കോറസ് പാടിയാട്ടെ. ഉണർവിൻ കാറ്റ് വീശുക, മനസ്സലിവിൻ ദൈവമേ എന്നുള്ള കോറസ് എല്ലാവരും ചേർന്ന് ആത്മാവിൽ പാടി അഭിഷേകത്തോടെ ദൈവശക്തിയോടെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ ദൈവമക്കളുടെ മേൽ അഭിഷേകത്തിന്റെ ആ കാറ്റ് ഒരു അഗ്നി പോലെ വന്നിറങ്ങുവാനിടയായി തീരണ്ട്. ഹല്ലേലൂയ. ഉണർവിൻ കാറ്റ് വീശുക, മനസ്സലിവിൻ ദൈവമേ. ഉണർവിൻ കാറ്റ് വീശുക, മനസ്സലിവിൻ ദൈവമേ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. നാമധേയ കോട്ടകൾ തകരണം ഈ കാറ്റിനാൽ. നാമധേയ കോട്ടകൾ തകരണം ഈ കാറ്റിനാൽ. നന്മ തിന്മ ഏതെന്ന്
ഞാൻ